സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ അത് ഓഫ് ചെയ്തു. ഇപ്പം നമുക്കത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള വ്യത്യാസം കൊണ്ടൊന്ന് അറിയാൻ സാധിക്കും. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചതേ പിന്നെ 7%. എന്നാലും വോൾട്ടേജ് വേരിയേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു മോട്ടറിന് അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ച് റിമോട്ട് തന്നെ വരുന്നതിൻ്റെ കാര്യം, അതായത് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം ഒരു അൺബോക്സിംഗ് ആണ്. ഒരു വലിയൊരു ബോക്സാണ് ഈ ഒരു സാധനം. അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നോർമൽ സീലിംഗ് ഫാൻസ് ഒക്കെ മാറ്റിയിട്ട് നമുക്കൊരു BLDCയുടെ ഫാൻ, അതായത് ആറ്റംബർഗ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. കാശ് കൊടുത്ത് മേടിച്ചാണ്, ഏതായാലും ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം കറണ്ട് ബില്ലിൻ്റെ കേസോട്ട് നമുക്കറിയാം BLDCയുടെ ഫാനൊക്കെ ആകുമ്പോഴത്തേക്കും കറണ്ട് ബില്ല് വളരെ കുറച്ചേ വരത്തുള്ളൂ. മീൻസ് നമ്മൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഫാനിനെ അപേക്ഷിച്ച് DC മോട്ടോഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കറണ്ട് കൺസ്യൂം ചെയ്യാൻ സാധിക്കും, കറണ്ട് കൺസപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അതാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ഫാനിലോട്ട് വരണം എന്ന് ഉദ്ദേശിച്ചതിൻ്റെ പ്രധാന കാര്യം. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തേക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Pro. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പം ഒരു ഫാൻ മോട്ടർ, അതിൻ്റെ ലീഫ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ബോക്സിനകത്ത് വരുന്നത്. ബോക്സ് ചെയ്ത് നമുക്ക് കളയാം. ഫാൻ്റെ ലീഫ്, പിന്നെ ഒരു മോട്ടർ. ഓക്കെ, ആറ്റംബർഗിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എന്തൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് നോക്കാം. എന്നിട്ട് ഈ ഒരു മുറിയുടെ തന്നെ, അതായത് ഞാൻ ഈ ഇരിക്കുന്ന ഈ ഓഫീസ് റൂമിൻ്റെ ഫാനൊന്ന് മാറ്റാൻ വേണ്ടി പഴഞ്ചടാക്ക് ഒരു ഫാനാണ് കിടക്കുന്നത്. അത് പഴഞ്ചടാക്കെന്ന് കുറ്റം പറയുന്നതല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 55 വർഷം പഴക്കമുള്ള ഒരു ഫാനാണ്. എത്ര ഒരു വിശ്വസിക്കുന്ന എനിക്കറിയില്ല. നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്, പക്ഷേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു കുഞ്ഞുണ്ടാപ്പി ഫാനാണ്. പക്ഷേ കാറ്റ് ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇതിനെ കഴിഞ്ഞ് ഇതാണ് ഏറ്റവും കൂടുതലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ പറയുന്നതായിരിക്കും. പക്ഷേ കറണ്ടിൻ്റെ കേസായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഓടിക്കാതെ പറയാൻ പറ്റില്ല. അപ്പം അതും കൂടെ ഞാൻ ഇതിൽ നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു വാറണ്ടി കാർഡ്, ഒരു മാനുവൽ ബുക്കുമാണ് വരുന്നത്. അതിനുശേഷം ഒരു കവർ തുറന്നു കഴിഞ്ഞാൽ ഫാനിൻ്റെ സീലിംഗെ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഐറ്റം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു റിമോട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന 2 AAA ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ റോഡാണ് വരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ കവറിനകത്ത് കിട്ടുന്നതാണ്. നമുക്ക് തൽക്കാലം ഇതിങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു മോട്ടർ, അതായത് നമ്മുടെ DC മോട്ടർ തന്നെയാണ്. BLDC ഫാനിൻ്റെ മെയിൻ ഘടകമാണിത്. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനൊരു DC മോട്ടർ അല്ലെങ്കിൽ ഒരു BLDC ഫാന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത്, യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടും ഓപ്പണായിട്ട് തന്നെ പറയാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഗതി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിലാകപ്പാടെ 2 വയേഴ്സ് വരുന്നുള്ളൂ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രമാണ് വരുന്നത്. കുഴപ്പമില്ല, സ്മൂത്താണ്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. പിന്നെ വരുന്നത് 2 കപ്സ്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ, മേളത്തെയും താഴത്തെയും കപ്പുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം വലുതും ഒന്ന് ചെറുതുമാണ്. മേളിൽ വരുന്ന പോർഷൻ വലുതും താഴെ വരുന്ന ചെറുതുമാണ്. ഇനി തൽക്കാലം ഇവരെ നമ്മളിങ്ങോട്ടൊന്ന് മാറ്റുകയാണ്. അതിന് മുമ്പ് ഈ ഒരു കവർ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വെക്കാൻ കുറച്ചുകൂടെ ഇതായിരിക്കും. യെസ്, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. വയറിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അറിയാൻ മേലാത്ത ആൾക്കാരെല്ലാം ജസ്റ്റ് ഫുള്ള് കണ്ടോണം. കാരണം ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഈ റോഡ് എടുക്കാം. ഈ റോഡ് ഈ ഒരു പോർഷൻ നോക്കിയാൽ മതി. ഈ ഒരു പോർഷനിൽ എവിടെയാണോ കട്ട് വരുന്നത്, അതായത് ഒരു ഗ്രൂ വരുന്ന പോർഷൻ നോക്കുക. ഈ ഗ്രൂ വരുന്ന പോർഷൻ കറക്റ്റ് ഈ പോർഷനിലോട്ട് മാത്രം ഇടുക. ഓക്കെ, ഇനി നമ്മുടെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ബോക്സ് തുറക്കുക. ഇത് തുറന്നതിന് ശേഷം ഇത് നമുക്ക് കാണുമ്പോഴറിയാം സീലിങ്ങിൽ കൊടുക്കാനുള്ളതാണ്. സീലിങ്ങിൽ വരുന്ന ക്ലാമ്പിൽ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് തൽക്കാലം അതുപോലെ തന്നെ മാറ്റി വയ്ക്കാം. ഈ ഒരു പോർഷനാണ് നമുക്ക് താഴെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ക്വാർട്ടർ പിൻ ആദ്യം നമ്മൾ അഴിക്കുകയാണ്. ക്വാർട്ടർ പിൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലെയർ എടുത്താലും മതി. ഇതിപ്പോൾ എനിക്ക് അത്ര പ്രശ്നം തോന്നുന്നില്ല. ഊരി 2 നട്ട് ഊരി എടുക്കുകയാണ്. 2 നട്ടും ഒരു വാഷറും വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റിംഗ് ടൈപ്പ് വരുന്നൊരു വാഷറാണ്. അത്രയും കാര്യങ്ങൾ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ക്ലാമ്പും കൂടെ നമുക്ക് കാണാൻ സാധിക്കും, കറക്റ്റായിട്ട് സീറ്റായിട്ടിരിക്കാൻ വേണ്ടി. ഇതൊരു സൈഡിൽ നിന്ന് ഇടുന്ന കൂട്ടത്തിൽ ഇത് കറക്റ്റ് ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് ഈ ഒരു പോർഷനിൽ കൊള്ളുന്ന രീതിക്ക് തന്നെ സെറ്റ് ചെയ്തോണം. എന്നിട്ട് ഈ ബാക്കിലും കൂടെ അതുപോലെ വേറെ ബുദ്ധിമുട്ടോ വയറൊന്നും ഇടയ്ക്ക് ജാം ആകുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിക്കോണം. അതിനുശേഷം ഒരു വാഷർ ഇട്ട് കൊടുക്കുന്നു. ഞാൻ ആ വാഷർ ഇട്ടു. അതിനുശേഷം ഒരു നട്ടിടുകയാണ്. ഈ നട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം. പ്ലെയർ വെച്ച് തന്നെ ടൈറ്റ് ചെയ്യണം. മീൻസ് സ്പാനർ വെച്ച് തന്നെ ടൈറ്റ് ചെയ്തോണം. അതിനുശേഷം അടുത്ത നട്ടും കൂടി ഇടാം. ഞാൻ ഇതിലൊന്ന് ടൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് ടൈറ്റ് ചെയ്തു. ഞാനൊരു ക്വാർട്ടർ പിന്നും ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വയർ എടുക്കുക. ഒരു പോസിറ്റീവ് നെഗറ്റീവ്, അതായത് റെഡ് ഓർ ബ്ലാക്ക്
റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെ എടുത്തോണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും റെഡ് വരുന്നത് ബ്ലാക്ക് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് റെഡ് പോസിറ്റീവാണ്, ബ്ലാക്ക് നെഗറ്റീവാണ്. അതായത് ഫേസും ന്യൂട്രും. ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും റെഡാണ്. അപ്പോൾ ഇതിൽ ഫേസും ന്യൂട്രും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വയർ ഇതിലെ, അതായത് അത്യാവശ്യം ഈ ഒരു നീളമുള്ള, അതായത് കുറച്ചുകൂടി നീളം കൂടിയാലും കുഴപ്പമില്ല, ഏകദേശം ഈ ഒരു ലിങ്ക് റോഡിൻ്റെ കുറച്ചുകൂടെ മേളിൽ വരുന്ന രീതിക്ക് വയറിൻ്റെ ലെങ്ത് എടുക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, നാളെ ഒരു സമയത്ത് ഈ ഒരു ഫാൻ നമ്മൾ അഴിച്ച് വേറെ സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കുമ്പോൾ വയറിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു റെഡിൻ്റെ അവിടെ തന്നെ റെഡും ബ്ലാക്കിൻ്റെ അവിടെ ബ്ലാക്കും കൊടുക്കുകയാണ്. ഇത് കൂടാതെ നമ്മുടെ വീടുകളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസും ന്യൂട്രും ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഫേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പോസിറ്റീവ് ഒന്ന് കണക്ട് ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തോളൂ. എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് BLDC ഫാനാണ്, റെഗുലേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആരും ഈ ഒരു മോഡൽസിന് റെഗുലേറ്റർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും വോൾട്ടേജ് വേരിയേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു മോട്ടറിന് അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ച് റിമോട്ട് തന്നെ വരുന്നതിൻ്റെ കാര്യം, അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന റിമോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ അതിൻ്റേതായ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യുക, 1 to 5 വരെ കൊടുത്തിട്ടുണ്ട്. നടുക്ക് B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. B ശരിക്കും ബൂസ്റ്റ് മോഡാണ്, അതായത് 5നെ കഴിഞ്ഞ് മേളിലെ ഏറ്റവും ടോപ്പ് സ്പീഡാണ് B എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, 1 hour 2 hour 3 hour അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മാനുവലുള്ള കാര്യമാണ്. പിന്നെ LED ലൈറ്റ്സ്, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ചെറിയ LED ലൈറ്റ്സ് ഉണ്ട്, അത് ഓൺ ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. സ്ലീപ്പ് മോഡും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ പവർ ഓഫിൻ്റെ ബട്ടൺ വരുന്നത്, ഓൺ ഓഫ് ബട്ടണാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇത് ചെയ്യുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് ഇത് കാണാനും സാധിക്കും. ഏതായാലും ഞാൻ ഈ വയറിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കട്ടെ. വയറിൻ്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം എല്ലാം ടൈറ്റ് ആണോ എന്നൊന്ന് നോക്കിയേക്കാം. നമ്മൾ ടൈറ്റ് ചെയ്തത് മാത്രമല്ല, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളതും എല്ലാം ടൈറ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കുക. ടൈറ്റ് അല്ലെങ്കിൽ ഒന്ന് കൺഫേം ആക്കിയേക്കുക, മീൻസ് ടൈറ്റ് ചെയ്തേക്കുക. അതിനുശേഷം ഈ വയർ ഇതിലെ നേരെ മേളിലോട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കപ്പിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കപ്പ് ആദ്യം ഇട്ടതിന് ശേഷം മാത്രം ഈ വയർ മേളിലോട്ട് കൊണ്ടുവരാവുള്ളൂ. കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. വയർ ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞാൽ കയറത്തില്ല. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ഞാൻ ലൂസ് ചെയ്യുകയാണ്. ഓക്കെ, ലൂസ് ചെയ്തു. ഇനി ഞാനിത് ഇങ്ങോട്ട് ഇറക്കുക. ഇപ്പം തന്നെ ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ ഇത്ര ഇറക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ചൊന്ന് മേളിലോട്ട് വെച്ചിട്ട് ഈ വയർ വിടുന്ന നൈസായിട്ട് മേളിലോട്ട് കയറ്റി വിടുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ കപ്പും കൂടെ ഇട്ടോണം, അല്ലെങ്കിൽ പിന്നെയും പണിയാണ്. കാരണം ഈ 2 കപ്പ് ഇറക്കി കഴിഞ്ഞാൽ ഇതിലെ വയർ മേളിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് പണി എളുപ്പമുള്ളൂ. അപ്പോൾ ഈ കപ്പും കൂടെ നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ലൂസാക്കി. ഓക്കെ, ലൂസാക്കിയിട്ടുണ്ട്. ഇനി നേരെ ഈ കപ്പ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ വയർ എനിക്ക് മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യാൻ സാധിക്കും, ഒന്നെങ്കിൽ ടേപ്പ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം എളുപ്പത്തിൽ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് പിരിച്ചങ്ങോട്ട് വിടാം. ഒന്നാമത് വയറിന് നീളമുണ്ട്, അതിന് പിന്നെ വലിയ പ്രശ്നമില്ല. ഓക്കെ, ഞാനൊന്ന് പിരിച്ചങ്ങോട്ട് വിടുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ഈ ഒരു ഹോൾ, അതായത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന ഈ ഒരു ഹോൾ വഴി നേരെ മേളിലോട്ട് വിടുകയാണ് ഈ വയർ. അപ്പം ഇനി ഇത് ഇച്ചിരി താത്തേച്ചും എനിക്ക് കാണത്തക്ക രീതിയിൽ, അതായത് മേളിൽ വരുമ്പോൾ കാണാൻ പറ്റണം. കുറച്ച് ടൈറ്റ്. യെസ്, ആ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. യെസ്, അപ്പം നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഈ വയർ നേരെ മേളിലോട്ട് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം വേറെ ബുദ്ധിമുട്ടൊന്നും പിന്നീട് ഒരു സമയത്ത് വരത്തില്ല. ഒത്തിരി മേളിലോട്ട് ടൈറ്റ് ആക്കല്, അത്യാവശ്യം നോർമൽ മാത്രം എടുക്കുക. കുറച്ച് ഫ്രീ ആയിട്ട് ഇവിടെ ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പ് നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. താഴോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴത്തെ 3 ബ്ലേഡും കൂടെ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫാൻ്റെ ലീഫ് ഞാൻ എടുക്കുകയാണ്. 1200 mm ലെങ്താണ് ഇതിന് വരുന്നത്. അപ്പോൾ ഏതായാലും കളർ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ബ്രൗൺ കളറാണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഈ ഒരു മോഡൽസിനൊക്കെ ഏകദേശം കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കളേഴ്സ്. പക്ഷേ ഒരുപാട് കളർ റേഞ്ച് അവൈലബിൾ ആണ്. ആമസോണിൽ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. മേടിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇത് മേടിക്കാൻ സാധിക്കും. ഈ ലീഫ് പിടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കേസല്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ സ്ക്രൂസ് നമുക്കൊന്ന് അഴിക്കാം. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ മാത്രം ആവശ്യം വരുന്നുള്ളൂ. നൈസായിട്ട് കഴിക്കുകയാണ്. ഫസ്റ്റ് വേണമെങ്കിൽ ലീഫ് പിടിപ്പിക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ലീഫ് പിടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ക്രൂ അഴിച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരു വാഷർ വരുന്നുണ്ട്. ആ വാഷർ പ്രോപ്പറായിട്ട് ഇടാൻ മറക്കരുത്.
അത് മേളിലാണ് വരേണ്ട, താഴെയല്ല. ചിലർക്കെങ്കിലും സംശയം കാണുമായിരിക്കും വാഷർ എവിടെ ഇടണം. വാഷർ മേളത്തെ പോർഷനിൽ തന്നെയാണ് ഇടേണ്ടത്. അതായത് ഊരുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ക്രൂവിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന വാഷർ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഇടുക. എന്നിട്ട് പതുക്കെ ഓരോന്നിൻ്റെ കൊണ്ടുവച്ച് നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി ബാക്കി ഏതായാലും ഈ മുറിക്കാതിരുന്ന് പറ്റത്തില്ല, കാരണം ബാക്കി ലീഫ് എല്ലാം കൂടെ ഫിറ്റ് ചെയ്യണതോടെ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവനെ ഒന്ന് പുറത്തോട്ട് എടുക്കട്ടെ. പുറത്തോട്ട് വെച്ച് ചെയ്തിട്ട് ഈ ഒരു മുറിയിൽ ഫിറ്റ് ചെയ്യുന്നതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ അതെ ഫാൻ്റെ ലീഫും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ടാസ്കും കൂടെ നമുക്ക് മേളിലുണ്ട്. ഈ ഒരു മേളത്തെ പോർഷനിൽ നമുക്ക് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു ലോക്ക്, ഇതാണ് നമുക്കിനി അടുത്ത ടാസ്ക്. ഇത് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ക്വാർട്ടർ പിന്ന് വളച്ച് വെച്ചിരിക്കുന്നത് സ്ട്രെയിറ്റ് ആക്കി പതുക്കെ ഇതിൽ നിന്ന് ഊരിയെടുക്കുക. ഓക്കെ, അത് ഞാൻ ഊരിയെടുത്തു. ഇനി 2 ബോൾട്ട് അതൊന്ന് അഴിച്ചെടുക്കുന്നു. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വാഷറും ഉണ്ട്. ആ വാഷറും കൂടെ പോവാത്ത രീതിയിൽ എടുത്തോണം, ഇവിടെ വയ്ക്കുക. അതിനുശേഷം ഈ ഒരു നട്ട് ഊരിയെടുത്തു. ഇതുപോലെ കയറ്റി വെച്ച് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോള് വഴി നേരെ കയറ്റി ഇങ്ങോട്ട് ഇടുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഫിറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വാഷർ ഇടുക. അഡ്ജസ്റ്റബിൾ ടൈപ്പ് വാഷറാണ്, അതിടുക. ഫസ്റ്റ് നട്ട് ഇടുക. വലിയ ടൈപ്പ് നട്ടാണ് വരുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, കാരണം ടൈറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം അടുത്ത നട്ടും കൂടെ ഞാൻ ഇടുകയാണ്. ഇത് ശരിക്കും ഒരു ലോക്ക് നട്ട് തന്നെ നമുക്ക് പറയാം. അതിനുശേഷം ഒരു ക്വാർട്ടർ പിന്നും കൂടെ. ഓക്കെ, ഈ ക്വാർട്ടർ പിന്നും കൂടെ നമ്മൾ സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് സീലിങ്ങിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാമ്പിൻ്റെ അവിടെ ഈ ഒരു പോർഷൻ മാത്രം അഴിച്ചിട്ട് ഇത് നേരെ കയറ്റി റബ്ബർ വെച്ച് ടൈറ്റ് ചെയ്യാം. പക്ഷേ ഇത് വളരെ ഗുണമെന്ന് ഞാൻ നോക്കിയെടുത്തോളം വളരെ സിമ്പിളാണ്, ഒട്ടും വെയിറ്റ് ഇല്ല, വളരെ വെയിറ്റ്ലെസ് ആണ്. ഇനി ഒരു സ്പീഡും കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പറയാം. ഏതായാലും ഞാനിത് സീലിങ്ങിൽ പിടിപ്പിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം നമ്മുടെ റൂമിൽ, അതായത് എൻ്റെ ഓഫീസ് റൂമിലാണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓഫീസ് റൂം അത്യാവശ്യം കുളമായിട്ട് കിടക്കുന്നുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണിക്കാത്ത ഈ റൂമിൻ്റെ ഒരു എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഏകദേശം കുറച്ചൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എനിക്കൊന്ന് ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയതിൻ്റെ കുളമാണ് ഈ കാണുന്നത്. ഏകദേശം ഈ ഒരു റൂമിൻ്റെ ഞാൻ പക്കയായിട്ടൊന്ന് ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, മറക്കത്തില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നിപ്പം ഈ മുറിയിലുള്ള ഫാൻ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത്. ഈ ഫാനാണ്. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 55 വർഷത്തോളം പഴക്കമുള്ള മോഡലാണ്. ഏകദേശം പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഫാനും കൂടെ അഴിച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഗ്ലോസി ആയിട്ടിരിക്കുന്നത്. അല്ലാതെ ശരിക്കും നല്ല പഴക്കമുള്ളതാണ്. പിന്നെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഇടയ്ക്ക് ഓൺ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒച്ചയൊന്നുമില്ല കേട്ടോ, ചില സമയത്ത് നല്ല ഒച്ചയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓട്ടോറിറ്റീസ് നമുക്ക് ഇതേതായാലും മാറ്റി നമ്മുടെ BLDCയുടെ ഫാൻ ഇടാം. ഈ ഫാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ് ഇപ്പോൾ ഇരിക്കുന്ന മോഡൽ. ഹെവി ആയതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ട് കറണ്ട് എടുക്കും. അപ്പോൾ അങ്ങനെ ഹെവി ആയിട്ട് കറണ്ട് എടുക്കുമ്പോൾ നമുക്കറിയാം മീറ്റർ ഓടുന്ന ഓട്ടം ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫാനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാന കാര്യം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് അപ്ഗ്രേഡ് ചെയ്ത്, അതായത് പുതിയ ഫാന് നമുക്ക് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് അതിൻ്റെ മാറ്റവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം, കാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം കറണ്ട് ബില്ലിൽ എന്തെങ്കിലും മാറ്റമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു സോളാറിൻ്റെ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പക്ഷേ കറണ്ട് ബില്ലിൽ അത്യാവശ്യം നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ നിങ്ങൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടോണം. ഓക്കെ, അപ്പോൾ നമ്മുടെ BLDCയുടെ ഫാൻ നമ്മളിപ്പോൾ കയറ്റാൻ വേണ്ടി പോവുകയാണ്. എല്ലാം സെറ്റ്. ഓക്കെ, ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂഫിൻ്റെ അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാർട്ടർ പിന്ന് നമ്മളിവിടെ നിന്ന് അഴിക്കുകയാണ്. ഇതഴിച്ചു, ഒന്ന് ഫ്രീ ആക്കി. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തോണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ലൂസാക്കുന്നത് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണെങ്കിൽ പോലും ഈ ഒരു ബോൾട്ടൊന്നും ഇടാൻ മറക്കരുത്. വാഷർ ഇടണം. വാഷർ, ഈ നട്ട് ഇതിങ്ങ് ഊരി റബ്ബറിങ് എടുത്തു. ഈ റബ്ബറാണ് ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബോൾട്ട് ഇടുക, പിന്നെ നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി. ഏതായാലും നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ റബ്ബർ ബുഷ് മേളിൽ കൂടെ അങ്ങ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അത് കയറി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞ പോലെ ബോൾട്ട് അങ്ങോട്ട് ഇട്ടോണം. യെസ്, അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നും പിടിക്കാതെ തന്നെ നിൽക്കാം. ഇനി ഞാൻ ഏതായാലും വാഷർ ഇടുകയാണ് ഫസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ അഡ്ജസ്റ്റബിൾ വാഷർ മറക്കല്ല്, അതിടുന്നു. അതിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്യുന്നു. ഹാൻഡ് ടൈറ്റ് പോരാ, ഒത്തിരി ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നോർമലായിട്ടുള്ള ടൈറ്റ്. അത് കഴിഞ്ഞാൽ ക്വാർട്ടർ പിൻ ഇടുക. ഓക്കെ, അത് ബെൻഡ് ചെയ്യിച്ച് അങ്ങോട്ട് ഇട്ടേക്കുക. ഓക്കെ, ശരി. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വയറിങ് കണക്ഷൻ കൊടുക്കാം. പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്തോണം വയേഴ്സ് എല്ലാം വയറും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ചും നേരെ ഇവനെ മേളിലോട്ട് പൊക്കി ഒന്ന് ടൈറ്റ് ചെയ്യാം. വയറൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ എല്ലാം അകത്താക്കിക്കണം. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫാൻ ഇട്ട് നോക്കാം. ഓക്കെ, സെറ്റ്. വെച്ചിട്ട് യാഹൂ, സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്.
റിമോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് റിമോട്ടും കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഏത് സ്പീഡാണെന്ന് അറിയത്തില്ല. സ്പീഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ഇത് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 ആൻഡ് ബി വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബി ആണെന്ന് തോന്നുന്നു. യെസ്, ബി ഇട്ട് ഇപ്പം 3 വട്ടം പ്രസ്സായി ബി ആയി. ഇനി ഞാൻ 4th സ്പീഡ് ഇടുകയാണ്. 4 ലൈറ്റ് അതിനകത്ത് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. 3 ഇട്ട് കഴിഞ്ഞപ്പോൾ 3rd സ്പീഡ്, 2 ഇട്ടപ്പോൾ 2nd സ്പീഡ്. ഇനി അതിൻ്റെ LED ഓണാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഓണാക്കി ഇടാം. അത് ഞാൻ ലൈറ്റെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല. എന്നാലൊരു ചെറിയൊരു നീല വെളിച്ചം കാണാൻ സാധിക്കും. അതുണ്ടെങ്കിൽ ബി മോഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ 3 വട്ടം ബ്ലിങ്ക് ചെയ്ത് ഫുൾ സ്പീഡ്, അതായത് ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്നതിന്. ബൂസ്റ്റ് മോഡാണ് ബി എന്ന് പറയുന്ന മോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ കൺസപ്ഷൻ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാൻ ഞാൻ ഇടുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഒരു പഴയ ഫാനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിൽ ഇപ്പോഴും ആ ഓൾഡ് ഫാൻ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്ന വ്യത്യാസം, അതായത് ആ ഒരു ഫാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ള കൃത്യമായിട്ട് എങ്ങനെ അറിയാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇൻവേർട്ടറിൻ്റെ കേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതൊരു ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മെയിൻ ഓഫാണ്. 5% പവറാണ് ഇപ്പോൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു മുറിയിലുള്ള, അതായത് നമ്മുടെ ഈ ഒരു ഫാൻ ഓൺ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാൻ ഓൺ ചെയ്തു. അത് വർക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 5% പവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും 5 തന്നെയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്തു. ഒരു 7% ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മുറിയിൽ പോയി ആ ഫാനൊന്ന് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പം കൃത്യം മനസ്സിലാവും. ഞാനിപ്പം ചെല്ലുകയാണ്. ഓക്കെ, ഇനി ഞാനത് ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കിപ്പം കൃത്യമായിട്ട് അതിൻ്റെ വ്യത്യാസം ഇവിടെ അറിയാൻ പറ്റും. 12.5 വോൾട്ട് ബാറ്ററി ചാർജാണ് കാണിക്കുന്നത്. മെയിൻ ഓഫാണ്, അതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. 18%, 18% ആണ്. അതായത് 18% നമ്മൾ ആ ഫാൻ ഇട്ട സമയത്ത് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് 18% കൺസ്യൂം ചെയ്യാം. ഇനി ഞാൻ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ അത് ഓഫ് ചെയ്തു. ഇപ്പം നമുക്കത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള വ്യത്യാസം കൊണ്ടൊന്ന് അറിയാൻ സാധിക്കും. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചതേ പിന്നെ 7%. ഓക്കെ, അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് 7%, 5% ഉണ്ടായിരുന്നു. അതായത് ഈ വീട്ടിൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന 5% ഇലക്ട്രിസിറ്റി ആയിരുന്നു കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ ഈ ഒരു ഫാൻ ഓൺ ചെയ്തപ്പോൾ 2% കൂടെ, അതായത് 7%. ഇനി ഞാൻ ആ ഒരു ഒറ്റ ഫാൻ ഓൺ ചെയ്തപ്പോഴത്തേക്ക് നേരെ വന്നത് എത്രയില്ല? 18 വന്നത്. 18 വരാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഏകദേശം 11% ആ ഒരു ഫാൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്ര പവർ കൺസപ്ഷൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, എത്ര പവർ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് കറണ്ട് ബില്ല് വരുമ്പോൾ കുറവ് ശരിക്കും ഫീൽ ചെയ്യുന്നു തന്നെ തോന്നുന്നുണ്ട്. ഒരുപാട് നേരം നമുക്ക് വർക്ക് ചെയ്താലും വലിയ രീതിക്ക് കറണ്ട് ബില്ല് വരുന്നില്ല. ഇങ്ങനൊരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ഗുണം കൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എത്രത്തോളം ഇത് നമുക്ക് എഫക്റ്റീവ് ആണെന്നുള്ളത് അടുത്തൊരു കറണ്ട് ബില്ല് അറിയാൻ സാധിക്കും. ഞാൻ അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഓവറോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഗതി നല്ല അടിപൊളിയാണ്.